നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. പ്രണയം നിരസിച്ചതിന് കഴുത്തറുത്തു കൊന്നതും വെടിവെച്ചു കൊന്നതും കുത്തിക്കൊന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇതാ പ്രണയം നിരസിച്ചതിനെ തുടർന്ന് ആസിഡ് ആക്രമണം കാലങ്ങൾക്ക് ശേഷം വാർത്തയിൽ ഇടം പിടിക്കുകയാണ്. കൊൽക്കത്തയിലാണ് സംഭവം നടക്കുന്നത്. സംഭവം നടന്നത് കൊൽക്കത്തയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്തത് മലയാളിയായ 23 വയസ്സുകാരൻ അഭിനാണ്. ദക്ഷിണ കന്നഡ ജില്ലയിലെ കട്ടാബ ഗവൺമെന്റ് കോളേജിൽ ബാൽക്കണിയിൽ ഇരുന്ന് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്ന 3 വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ആസിഡ് ആക്രമണം നടത്തിയത്. ഗുരുതരാവസ്ഥയിൽ കട്ടാബ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മൂവരെയും വിദഗ്ധ ചികിത്സയ്ക്കായി മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അലീന, അർച്ചന, അമൃത എന്നീ വിദ്യാർത്ഥിനികളാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് വിവരം. കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയായിരുന്നു ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത് എന്നും വിവരമുണ്ട്. ആക്രമണത്തിനിരയായ മറ്റു പെൺകുട്ടികളും മലയാളികളാണെന്നുള്ള സൂചനയുമുണ്ട്. മാസ്കും തൊപ്പിയും ധരിച്ചെത്തിയായിരുന്നു അഭിൻ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച അഭിനെ വിദ്യാർത്ഥികളും കോളേജ് അധികൃതരും ചേർന്ന് തടഞ്ഞുവെച്ച പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പ്രണയപ്പക മൂലം ഒരാളുടെ ജീവൻ നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ അവർക്കൊന്നും തോന്നുന്നത് പ്രണയമല്ല, വെറും വാശി മാത്രമാണ്. കൈയടക്കി വെക്കാനുള്ള വാശി. ന്യൂജൻ പ്രണയ രീതി എന്നാണ് പലരും പൊതുവെ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അത് പ്രണയത്തിന്റെ രീതിയല്ല, മറിച്ച് ഇപ്പോഴത്തെ മനുഷ്യന്റെ മനോനിലയുടെ പ്രശ്നമാണ്. ചെറിയ വൈകാരിക പ്രശ്നങ്ങൾ പോലും കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നു. പുതുതലമുറയുടെ പക്വതയില്ലാത്ത പ്രണയം, ഒരു കോളേജിലോ സ്കൂളിലോ പഠിക്കുമ്പോൾ തുടങ്ങുന്ന പ്രണയം പിന്നീട് ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൽ തുടങ്ങി പകയായി രൂപം മാറും. 2017 ഫെബ്രുവരി 1 കെ ലക്ഷ്മി എന്ന 22-കാരിയെ കോട്ടയം അർപ്പുങ്കയിലെ SME ക്യാമ്പസിൽ സീനിയർ വിദ്യാർത്ഥിനി പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയതോടെയാണ് ഇതൊരു പരമ്പരയായി തുടരുന്നത്. 2017 ജൂലൈ 22 പത്തനംതിട്ട കടമനിട്ടയിലെ ശാരിക, 2019 മാർച്ച് 13 തിരുവല്ലയിലെ കവിത, അതേ വർഷം ജൂൺ 19 പെരിന്തൽമലയിലെ ദൃശ്യ, അതേ വർഷം ഒക്ടോബർ 10 കൊച്ചി കാക്കനാട്ടെ ദേവിക, അതേ വർഷം തന്നെ നവംബർ 4 തൃശൂർ ചെയ്യാരത്തെ നീതു, 2020 തിരുവനന്തപുരം കരക്കോണത്തെ ആഷിക, അതേ വർഷം ജൂണിൽ കൊച്ചിയിലെ ഇവ ആന്റണി, 2021 ജൂലൈ 30 കണ്ണൂരിലെ മാനസി, പിന്നീട് സെപ്റ്റംബറിൽ നെടുമങ്ങാടിലെ സൂയ ഗായത്രി, പാലാ കോളേജിൽ ജീവൻ നഷ്ടപ്പെട്ട നിതിര മോൾ. ഇത് ആദ്യത്തെ സംഭവമല്ല, രണ്ടാമത്തേതുമല്ല, 10ാമത്തേതുമല്ല. എന്നിട്ടും ഈ സംഭവങ്ങൾക്കെതിരെ നിയമത്തിനോ പോലീസിനോ സമൂഹത്തിനോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ? എന്തിനാണ് ജീവനില്ലാത്ത നിയമം? സൗഹൃദത്തിലായതിനു ശേഷം പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനാവില്ല എന്ന് തിരിച്ചറിയുന്നതോടെ, അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിൽ പെടുമോ എന്ന സംശയ രോഗമാണ് പലപ്പോഴും ഇത്തരം ദുരന്തത്തിലേക്ക് കലാശിക്കുന്നത്. പുതുതലമുറ പൈശാചിക രൂപം പൂണ്ട് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്നത് സ്വന്തം മാതാപിതാക്കൾക്ക് പോലും ഓർക്കാനോ ചിന്തിക്കാനോ കഴിയില്ല. നഷ്ടമാവുന്നത് ഒരു ജീവനല്ല, 2 കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ്. 2010 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കൊലപാതക ഡാറ്റയിലെ ഇത്തരം കൊലപാതകങ്ങളുടെ പങ്ക് 7 മുതൽ 8%. എന്നാൽ അത് 2016-2020 കാലയളവിൽ മൊത്തം കൊലപാതകങ്ങളുടെ എണ്ണം കുറയുന്ന പ്രവണത കാണിച്ചപ്പോൾ അത് 10 മുതൽ 11% ഉയർന്നു. ആവശ്യമായ മാനസികാരോഗ്യം പുതുതലമുറയ്ക്ക് നഷ്ടമാവുന്നുണ്ടോ? വീട് വിചാരമില്ലാതെ ഓരോ പ്രണയങ്ങളും ഓരോ ജീവൻ എടുക്കുമ്പോൾ പ്രണയമാണോ, തലമുറയാണോ, ചിന്താഗതികളാണോ, എന്തിനെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടതെന്ന് അറിയില്ല.